എന്താടാ? എനിക്ക് നല്ല വിഷമമുണ്ടാ. എന്തിന്? എനിക്ക് വേണ്ടടാ. എന്തിന്? ഇതിപ്പോ തീരും. ഇവിടെ ഇനിയുണ്ട്. അതൊന്നല്ലടാ അല്ലേ? എനിക്ക് നമ്മുടെ മുത്തന്നെ വെച്ചിട്ടാ. ഇവങ്ങനെ സഹിക്കൂടാ. എന്ത്? ഇവനവളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യേ, ഇവന് അവളെ അല്ല, അവളാണ് ഇവനെ വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെയാണോ? ആരാ വേണ്ടാന്ന് പറഞ്ഞാലും ഇവനെ വേണ്ടാതായില്ലേ? ഞാൻ ഇറങ്ങ. മോളിക്കുട്ടി തനിച്ചുള്ളൂ. സൂക്ഷിച്ചു. മുഴുവൻ തീർത്തു. നമ്മൾ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എപ്പോഴാണെന്ന് അറിയോ? എപ്പോഴാ? അവളെ നമുക്ക് ഒരിക്കലും കിട്ടൂല എന്ന് ഉറപ്പാകുമ്പോഴാ. പ്ലീസ് സെൻഡി ആക്കില്ലടാ. എനിക്ക് അവളെ കാണാൻ തോന്നുന്നല്ലേ. ഇപ്പോഴോ? നാളെ നമ്മൾ പോവലടാ അല്ലേ? എന്നാ വാ, ഇപ്പൊ പോയി ചോദിക്കാം. ഇപ്പോഴും? ആ അതൊന്നും ശരിയാവൂല. അതെന്താ? നിങ്ങളൊക്കെ നല്ല ഫിറ്റാ. ഞങ്ങളൊക്കെ നല്ല ഫിറ്റ് അല്ലേ? നീയല്ലേ? നീ ഫിറ്റ് അല്ലല്ലോ. അതെ. അല്ലേ? പ്രശ്നം നീ വാഴാതെ മഞ്ചേരിയില്ലേ? ഇതാണ് ഇത്. ഏതാണ് വീട്? എല്ലാ വീടും ഒരേപോലെ. ഇതാണോ? ഞാൻ പറയാം, വാ. അതാ. ഓ അതോ? ഇത് തന്നെ. ഇതല്ലേ? ആ ലൈറ്റാണ് മുറി. ഞാനും വരാം. വാ. അവനുണ്ടാവും മുറി. അതാ വെളിച്ചം. ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നുപോയി കാണും. നീ എങ്ങനെ പറഞ്ഞ? അവന് വിഷമാവൂലേ? അതിന് സാധ്യത നല്ല സാധ്യതയൊക്കെ ഉണ്ടാവും. നീ അങ്ങനെ പറയാൻ പാടില്ല കേട്ടല്ല. ചാരു, ഒന്നും ചെയ്യാൻ വന്നല്ല, ഒന്ന് കാണണമെന്ന് തോന്നി. ഒന്ന് പുറത്തേക്ക് വരുമോ? കുടിച്ചിട്ടുണ്ടല്ലോ. ആ കുടിച്ചിട്ടുണ്ട്, കുറച്ചധികം. ചാരുവിനൊരു കാര്യം അറിയൂ, ഞാൻ വിട്ടുപോയതിനേക്കാളും എന്നെ വിട്ടുപോയാലോ എൻ്റെ ലൈഫിൽ കൂടുതൽ. ഞാൻ നാളെ പോവാ. പോണതിന് മുന്നേ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു തന്നെ. പെട്ടെന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ എന്ന് പേടിച്ച അന്നെല്ലാം വിളിച്ചു പറഞ്ഞത്. പക്ഷെ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ നമുക്ക് ആളുകളെ നഷ്ടാവുക ചെയ്യാം. അല്ലെങ്കിലും എന്നെക്കാളും തനിക്ക് ചേരുന്നത് അവനാ. ആര്? ആ റോഷൻ. കൊള്ളാം. ഇതൊക്കെയാണല്ലോ മനസ്സിലിരിപ്പ്. എന്നെ പോലെ അനിയത്തി കിട്ടിയത് ഭാഗ്യാണെന്ന് പറഞ്ഞെടുക്കുന്ന ആളാ റോഷൻ. ഈ പ്രേമം വല്ലാത്തൊരു സംഭവം. അതെ, നോക്ക് ചൊല്ലേണ്ട നിപ്പ്. ലവ് യു. ഈ റമ്മും വല്ലാത്തൊരു സംഭവം. നോക്കിയേ ചുള്ളന്റെ ഇരിപ്പ്. ഞാനും പോകുന്നോളെ. നാളെ നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ?